പയ്യന്നൂർ നഗരസഭ കാർഷിക വ്യവസായ ഓണച്ചന്ത ആഗസ്റ്റ് 26 മുതൽ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്ന ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്ത ആഗസ്റ്റ് 26 പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. 26 രാവിലെ 9:30 നഗരസഭാ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്രയ്ക്ക് ശേഷം 10 മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ അധ്യക്ഷതയിൽ TI മധുസൂദനൻ MLA ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യും. നഗരസഭയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന ചന്തയിലൂടെ കഴിഞ്ഞ വർഷം 75 ലക്ഷം രൂപയുടെ വിറ്റുവരവ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഓണച്ചന്തയിൽ നിന്നുള്ള വിറ്റുവരവിൽ ജില്ലയിൽ 1ാം സ്ഥാനം നേടിയെടുക്കാൻ പയ്യന്നൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കമനീയമായ കൈത്തറി, ഖാദി, കുടുംബശ്രീ, ചെറുകിട ഗ്രാമ കുടിൽ, പരമ്പരാഗത വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവ മിതമായ നിരക്കിൽ നേരിട്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുന്നതിന് ചന്തയിലൂടെ കഴിയും. പൊതുവിപണിയിലെ വിലക്കയറ്റം ലഘൂകരിക്കുന്നതിന് ഇത്തരം മേളയിലൂടെ സാധിക്കും. ചെറുകിട കുടിൽ, ഗ്രാമ, കുടുംബശ്രീ, പരമ്പരാഗത വ്യവസായ യൂണിറ്റുകൾക്ക് അവയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി വേദിയൊരുക്കുക എന്നതാണ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ഹാളിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അംഗങ്ങളായ C ജയ, V ബാലൻ, T വിശ്വനാഥൻ, VV സജിത, TP സമീറ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, വ്യവസായ ഓഫീസർ ലിജി T, കോർഡിനേറ്റർ M രാമകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. മാധ്യമപ്രവർത്തകർക്ക് നഗരസഭ ഓണക്കോടിയും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.